ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് പാർക്കിൽ വെയിൽ കൊള്ളാനായിട്ട് പോവുകയാണ്. ഇന്ന് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് പുറത്ത്. അപ്പോൾ പോകുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ട്. അതായത് ആപ്പിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചു ഒരു പാത്രത്തിലോട്ട്, പിന്നെ ഗ്രേപ്സും, പിന്നെ സ്നാക്ക് ഐറ്റമായിട്ട് മൂങ്ക് ദാൽ ഫ്രൈ ചെയ്തുകൊണ്ടായിരുന്നു, ഫ്രൈഡ് മൂങ്ക് ദാൽ, അതും എടുത്തു. എന്നിട്ട് അതെല്ലാം ഒരു ബാഗിലോട്ടാക്കിയിട്ട് നമ്മളിതുമെല്ലാമാണ് കൊണ്ടുവന്നത്. പിന്നെ ഒരു സ്പൂണും ഫോർക്കും വെച്ചു, ടിഷ്യൂ വെച്ചു. കുഞ്ഞുള്ളത് കാരണം ഇതിൻ്റെയൊക്കെ യൂസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ വെള്ളമൊക്കെ എടുത്തു. ഇത് എല്ലാവർക്കും കൂടെ ഉള്ള ഫ്രൂട്ട്സ് അല്ല കേട്ടോ, അത് നക്ഷത്രയ്ക്ക് മാത്രം കൊടുക്കാനുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം ചെറിയ രീതിയിൽ വെയിലൊക്കെ വന്ന കാരണം നമ്മൾ വീട്ടിലിരുന്ന് തന്നെയാണ് കഴിക്കുന്നത്. നല്ല തണുപ്പ് വരുമ്പോൾ നമ്മൾ പാർക്കിൽ പോയി വെയിലൊക്കെ കൊണ്ട് എല്ലാവരും കൂടെ പോയി ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ ജനലിൽ കൂടെ നോക്കിയപ്പോഴത്തേനും ഇങ്ങനെ വെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് നക്ഷത്രയെ തയ്യാറെടുപ്പിക്കുകയാണ്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർക്കും കൂടെ ഇല്ലായിരുന്നു നമ്മൾ ബുദ്ധിമുട്ടിപ്പോയേനെ. ഇങ്ങനെയൊക്കെയുള്ള തണുപ്പ് കൂടി വരുന്ന സമയത്ത് ചെറിയ വെയിലൊക്കെ വരുമ്പോഴേ നമുക്ക് വെയിലൊന്ന് കൊള്ളണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതായി പോയേനെ. ഈ പാർക്കൊക്കെ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പം പപ്പയാണെങ്കിൽ ഓൾറെഡി നേരത്തെ പാർക്കിലോട്ട് പോയായിരുന്നു. എല്ലാ ദിവസവും ഇതുപോലെ പപ്പ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരം പോയി പാർക്കിലൊക്കെ ഇരിക്കും. അപ്പം ഞാനും നക്ഷത്രയും കൂടെ, നക്ഷത്രം ഉറക്കമായിരുന്നു, അപ്പോൾ ഉറക്കമൊക്കെ എണീറ്റിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ പതുക്കെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ വഴി നേരെ നമ്മുടെ വലിയ പാർക്കിലോട്ടുള്ള വഴിയാണ്. നമ്മുടെ എല്ലാ പോക്കറ്റുകാർക്കും ഇതുപോലൊരു വലിയ പാർക്ക് കാണുമേ. ഇവിടെ എക്സസൈസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. രാവിലെയൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ. ഈ ഒരു സമയത്ത് ജോലിക്ക് പോകാത്തവരും അങ്ങനെയുള്ളവരൊക്കെ ഉള്ളൂ. നക്ഷത്രം ഒരു അണ്ണാൻകുഞ്ഞിനെ കണ്ടിട്ടുള്ള സന്തോഷമാണ് അവൾക്ക്. ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് ലൈഫൊക്കെ ആകുമ്പോൾ ശരിക്കും നമുക്ക് ഇതൊക്കെ ഒരു ആവശ്യമാണ്. ഇടയ്ക്കൊന്ന് ഔട്ടിംഗ് ഒക്കെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൈൻഡൊക്കെ ഒരു വല്ലാത്ത രീതിയിലായിപ്പോവും. അപ്പം ഞാൻ അത്യാവശ്യം വെയിലും തണലും ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്നു. എന്നിട്ട് നക്ഷത്രയെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവിടെ ഒരു അണ്ണാൻ കുഞ്ഞ് വന്നത്. കുറച്ച് നേരം അതിനെയൊക്കെ നോക്കിയിരുന്നത്. പക്ഷേ കാക്കയുടെ ബഹളം കാരണം അത് അവിടുന്ന് പെട്ടെന്ന് അങ്ങ് ഓടിപ്പോയായിരുന്നു. അങ്ങനെ നക്ഷത്ര പപ്പയുടെ കൂടാണ് അവിടെ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഇരിക്കുകയായിരുന്നു. പപ്പയുടെ ഫ്രണ്ട്സ് അവിടെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ കുറച്ച് നേരം എല്ലാവരെയും പോയി ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് അവളെയും കൂടെ കുറച്ച് നേരം അവിടെ ഇരുത്തി. ഞാൻ ഇങ്ങനെ മരങ്ങളും പച്ചപ്പും ഒക്കെ ഉള്ള പച്ചപ്പൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നക്ഷത്രക്കുട്ടി എന്നെ അവിടെ ഇരുന്നിട്ട് കണ്ടേ. എന്നിട്ട് അവൾ ഓടി എൻ്റെ അടുക്കിലോട്ട് വന്നു. അപ്പോൾ പപ്പയുടെ ഫ്രണ്ട്സ് കുറച്ച് പൈനാപ്പിളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് നമുക്കും തന്നു. അപ്പം ഞാൻ കൊണ്ടുവന്ന ഫ്രൂട്ട്സും നക്ഷത്രയ്ക്ക് കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി പപ്പയുടെ കൂടെ ഒരു റൗണ്ടൊക്കെ അടിച്ചതിന് ശേഷമാണ് വന്നത്. ഈ പൈനാപ്പിൾ പപ്പയുടെ ഫ്രണ്ട്സ് കൊണ്ടുവന്നതാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് എന്തൊക്കെയോ പ്രാർത്ഥനയും അമ്മച്ചിമാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വീട്ടിലോട്ട് പോവാണ്. ഈ ഗേറ്റിൻ്റെ അതുവഴി പോകുന്നത് നക്ഷത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെപ്പോഴും ഇങ്ങനെ കറങ്ങി പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗേറ്റ് ഇറങ്ങി നേരെ പോകുന്നത് നമ്മുടെ മലയാളി സ്റ്റോറുണ്ട് ഇവിടെ, നോബിൾ സ്റ്റോർ എന്നാണ് പേര്. നമ്മൾ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങുന്നത്. ഏത്തയ്ക്ക, വെള്ളരിക്ക, അതുപോലെ തന്നെ പഴം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഫുള്ള് നമ്മൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങുന്നത്. പാർക്കിലൊക്കെ പോയിട്ട് നമ്മൾ വെയിലൊക്കെ കൊണ്ടെങ്കിലും വീട്ടിനുള്ളിലേക്ക് കയറുമ്പോൾ നല്ല തണുപ്പായിരിക്കും. പിന്നെ ഈ ഒരു തണുപ്പ് പോകുന്ന സമയത്ത് നമുക്ക് തണുപ്പിൻ്റെ ഡ്രസ്സൊന്നും മാറ്റാനും പറ്റത്തില്ല, പെട്ടെന്ന് നമുക്ക് അസുഖങ്ങളൊക്കെ പിടിക്കും. അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് എത്താറായേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.